പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായവൾ, രക്ഷകനായ ഈശോയ്ക്ക് വന്നു പിറക്കാൻ ഹൃദയവും മനസ്സും ജീവിതവും പൂർണ്ണമായി വിട്ടു നൽകിയവൾ, സമർപ്പിച്ചവൾ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈശോയിൽ പ്രിയരെ, ആ മറിയമാണ് തിടുക്കത്തിൽ പോയത്. പരിശുദ്ധി അമ്മയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് പല പാഠങ്ങളാകാം. അതിലൊന്ന്, ദൈവീക ചൈതന്യം ഉള്ളിൽ നിറയുന്നതിനനുസരിച്ച് നാം സഹോദര സ്നേഹത്താൽ കരുണയാൽ നിറയും എന്നത്. മറ്റൊരർത്ഥവും ഉണ്ടല്ലോ. വിവാഹ നിശ്ചയം കഴിഞ്ഞതേയുള്ളൂ. കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? സംശയത്തിന്റെ, പരിഹാസത്തിന്റെ, കുറ്റപ്പെടുത്തലിന്റെ, അവജ്ഞയുടെ നോട്ടങ്ങൾ, കുശുകുശുപ്പുകൾ, ചോദ്യങ്ങൾ അവ നേരിടേണ്ടി വരും. നീതിമാനായ ജോസഫിന് പോലും സംശയം ജനിച്ചല്ലോ. ആ നിസ്സഹായതയുടെ, അപമാനത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നും താൽക്കാലികമായെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്ത മറിയത്തെ തിടുക്കത്തിൽ യാത്ര പുറപ്പെടാൻ പ്രേരിപ്പിച്ചിരിക്കും. സക്രിയായുടെയും എലിസബത്തിന്റെയും അവസ്ഥയോ? പ്രായമേറെയായ വൃദ്ധ ദമ്പതികൾ. എലിസബത്ത് വന്ധ്യയും. ദൈവിക പദ്ധതി പ്രകാരം അവർ ഗർഭിണിയായി. ആ വിശുദ്ധ വൃദ്ധ ദമ്പതികളുടെ അവസ്ഥ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യം. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. എങ്ങനെ പ്രത്യക്ഷപ്പെടാന്? സക്രിയാസിനെ കാണുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് തെളിയുന്ന പരിഹാസ ചുവയുള്ള, ദയാർത്ഥമുള്ള ചിരിയും സംസാരവും. അദ്ദേഹം സംസാരശേഷി നഷ്ടപ്പെട്ട് വീട്ടിൽ ഒതുങ്ങിപ്പോയി. എലിസബത്തിന്റെ അവസ്ഥ. അതുവരെ ഒരു കുഞ്ഞില്ലാത്തതിനാൽ വേദനിച്ചവൾ, ഉദരത്തിൽ കുഞ്ഞ് ജനിച്ചപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ, എന്തു പറയണമെന്നറിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അതെ, ആ കുഞ്ഞിന്റെ ജനനം ആ വൃദ്ധ ദമ്പതികളെ കുറച്ചു നാളത്തേക്കെങ്കിലും എല്ലാവരിലും നിന്ന് അകറ്റി. ഈശോയിൽ പ്രിയരെ, അങ്ങനെ കഴിഞ്ഞിരുന്ന എലിസബത്തിന്റെയും സക്രിയായുടെയും അടുത്തേക്കാണ് മറിയം തിടുക്കത്തിൽ യാത്ര ചെയ്തെത്തിയത്. വചനം പറയുന്നു, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ൽ, അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവജനമേ, മറിയത്തിന്റെ ആ സന്ദർശനം പരിശുദ്ധ കന്യകാമറിയത്തിനും സക്രിയായിക്കും എലിസബത്തിനും വലിയൊരു ദൈവിക വെളിപാടായിരുന്നു. താൻ കർത്താവിന്റെ അമ്മയാണെന്ന വലിയ സത്യം എലിസബത്തിലൂടെ അവൾ വീണ്ടും കേട്ടു. എലിസബത്തും ഉദരത്തിലെ കുഞ്ഞും പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞ് സ്വർഗീയ ചൈതന്യത്താൽ ഊർജ്ജസ്വലരായി. ബന്ധനങ്ങൾ ഓരോന്നായി അറ്റുവീണു. യോഹന്നാന്റെ ജനനവും പേരിടലും അത്ഭുതമായി. സക്രിയാസിന് സംസാരശേഷി തിരികെ ലഭിച്ചു. കണ്ടവരും കേട്ടവരുമെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിന്റെ ഹിതപ്രകാരം ജനിച്ചതുകൊണ്ട് വചനം പറയുന്നു, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:66, കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. മക്കളെ, പരിശുദ്ധ അമ്മയിലൂടെ കർത്താവ് പഠിപ്പിക്കും, മനുഷ്യജീവിതത്തിൽ തിടുക്കത്തിൽ വിട്ടുപോകേണ്ട സാഹചര്യങ്ങളും ഇടങ്ങളുമുണ്ട് എന്ന്. അതുപോലെ
പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ തിടുക്കത്തിൽ ചെന്നു കയറേണ്ട സാഹചര്യങ്ങളും ഇടങ്ങളുമുണ്ട്. ഈ ക്രിസ്തുമസിന് പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ അവയെ തിരിച്ചറിയാനുള്ള കൃപ ഉണ്ണീശോ നമുക്ക് നൽകട്ടെ. ഈ വചനം കേൾക്കുന്ന ഏവരെയും ബെത്ലഹേമിലെയും നസറത്തിലെയും ഉണ്ണീശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.